ഹസ്ബൻഡ് ദുബായിൽ എവിടെന്ന് പറഞ്ഞേ? ദേരേല. നേരെ തന്നെ നിൽക്കട്ടെ, അതാ സേഫ് സോൺ. എന്താ പറഞ്ഞേ? അല്ല ഒന്നുമില്ല. 8 വർഷം കഴിഞ്ഞല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? അതെ, 8 വർഷം 6 മാസം. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. നിനക്ക് ഓർമ്മയുണ്ടോ നീ കോളേജിൽ പോകുന്നത്, ബസ് കാത്ത് നിൽക്കുന്നത്, ആ മെറൂൺ ചുരിദാറൊക്കെ ഇട്ടിട്ട്? അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട്. അന്നൊരിക്കൽ നീ കോളേജിലേക്ക് ബസ് കയറാൻ പോകുമ്പോൾ ഞാൻ ബൈക്കിൽ വന്ന് നിന്നെ ഇടവഴിയിൽ ബ്ലോക്ക് ഇട്ടത് ഓർക്കുന്നുണ്ട്. നീ എന്നെ ബ്ലോക്ക് ചെയ്ത് ഓർക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ മറക്കാൻ? ഒരു ചുമന്ന കള്ള RX എൻട്രി വന്നല്ലേ നീ എന്നെ ബ്ലോക്ക് ചെയ്തു. അന്ന് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വീട്ടിൽ പോയി പറഞ്ഞില്ലേ നിന്റെ ആങ്ങളമാരെന്ന് വന്നെന്നെ പഞ്ഞിക്കിട്ടില്ലേ? ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ വഴി ബ്ലോക്ക് ഇട്ട് എന്നോട് ഇഷ്ടമാന്ന് പറയുന്നത്. അതാ ഞാൻ വീട്ടിൽ പറഞ്ഞത്. സോറി ട്ടോ. സോറി പറഞ്ഞ ട്രാക്കിൽ വീണ്ടുണ്ട്. നിന്നെക്കാൾ കൂടുതൽ എന്നെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെക്കാൾ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് എന്നും നിന്നെ കാണാൻ ബസ് സ്റ്റോപ്പിൽ ഞാൻ വന്നത്. RX സെന്ററുമായിട്ട്? അതെ, നീ സ്കൂൾ ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും നോക്കി നിന്നു. 3 വർഷത്തോളം നിന്റെ സ്കൂൾ ബസ്സിന്റെ പിറകെ RX സെന്ററുമായി ഞാൻ പാഞ്ഞു. നീ സ്കൂൾ ബസ്സിനെ പ്രേമിക്കുന്നുണ്ടോടാ എന്ന് ഡാഡി എന്നോട് ചോദിച്ചത്. നിന്റെ കല്യാണം നിശ്ചയിച്ചു, നിന്റെ കല്യാണം കഴിഞ്ഞത്. അവസാനം വിധി നമ്മളെ രണ്ടാക്കിയത് ആ കാളരാത്രി. എല്ലാം ഇന്നലെ കഴിഞ്ഞു പോയ പോലെ തോന്നുന്നു. നീ അവിടെ ഫസ്റ്റ് നൈറ്റിൽ പാൽക്കുപ്പിയുമായി മണിയറ വാതിലിൻ്റെ കഥ തുറക്കുമ്പോൾ ഞാനിവിടെ നൈറ്റ് ലൈഫ് ഓർത്ത് ജവാന്റെ മൂടി പൊട്ടിപ്പോയി. തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്ന ഞാൻ ഇന്ന് നിരീശ്വരവാദി. അതെന്താ ജവാന്റെ വില കൂട്ടിയത് കൊണ്ടാണോ? അല്ല, വിധി നമ്മളെ രണ്ടാക്കിയില്ലേ. ഞാനും നീയും രണ്ടിടത്തായി. ആ വിധി ഓർക്കുമ്പോൾ ഞാൻ എന്നും സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ഒന്നാക്കാൻ വേണ്ടിയാണ്. പടച്ചോനെ കാത്തില്ല, അതുകൊണ്ടല്ലേ വിധി നമ്മളെ രണ്ടാക്കിയത്. ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക പാടും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും.